ടൂർണമെന്റിൽ ഇന്ത്യ കിരീടം ചൂടിയിട്ടുണ്ടെങ്കിൽ, ഇന്ത്യ ഫൈനൽ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ, ഈ ഫൈനലിൽ ഇന്ത്യ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത് സഞ്ജുവിന്റെ കൂടി പേരിലാണ്, സഞ്ജുവിന്റെ കൂടി പ്രകടനത്തിന്റെ ഫലമായിട്ടാണ്. ഈ ടൂർണമെന്റ് ഒരുപക്ഷെ സഞ്ജു സാംസൺ എന്ന താരത്തിന്റെ പേരിൽ കൂടിയാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തുക. അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യയുടെ വിജയമാണ്, സഞ്ജുവിന്റെ വിജയമാണ്. സഞ്ജുവിന് മാത്രമല്ല, ഇന്ത്യൻ ടീം എന്ന നിലയിൽ മാത്രമല്ല, പലർക്കും ഇന്ന് ആശ്വാസത്തിന്റെ ദിവസമാണ്. നമ്മൾ അഭിഷേക് ശർമ്മയെ കണ്ടു, അർദ്ധ സെഞ്ചുറി പ്രകടനത്തോടെ അദ്ദേഹം ഒരു വലിയ ആശ്വാസം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇപ്പോൾ അനിൽ വാസ്തേവ് അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ നിന്ന് ചേരുകയാണ്. അനിൽ, നീലക്കടലായ അഹമ്മദാബാദ് സ്റ്റേഡിയം, അഹമ്മദാബാദിലെ ആവേശം പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ച വിജയം ഒരുപക്ഷെ ഇന്ത്യ നേടിയെന്ന് പറയാം. എത്രത്തോളം ആവേശം അഹമ്മദാബാദിൽ നിന്ന്? തീർച്ചയായും എല്ലാ ചരിത്രം നേരിൽ കണ്ടതുകൊണ്ട് വലിയ ആവേശം, വലിയ സന്തോഷം. ഒരുപക്ഷെ ഇന്നേ വരെ സ്വന്തം നാട്ടിൽ ഒരു ടീം കിരീടം നേടിയിട്ടില്ല, തുടർച്ചയായി കിരീടം നേടിയിട്ടില്ല. ഇങ്ങനെ പല പല വിഷയങ്ങളുണ്ടായിരുന്നു. ആ ചരിത്രങ്ങളൊക്കെ തന്നെ ബോളിംഗ് പ്രകടനം അദ്ദേഹത്തിന്റെ ഹോം ഗ്രൗണ്ടിൽ ഒരു ഗംഭീര 4 വിക്കറ്റ്. ഒപ്പം തന്നെ ഇതേ നാട്ടുകാരനായ അക്സർ പട്ടേൽ 3 വിക്കറ്റ്. പക്ഷെ അതിനപ്പുറം എല്ലാം നമുക്കെടുത്തു പറയേണ്ടത് ഈ നിമിഷത്തിൽ ഒരു മലയാളിയായതിലൊക്കെ തന്നെ നമ്മൾ ഏറ്റവും അഭിമാനിക്കുന്ന നിമിഷം. കാരണം സഞ്ജു സാംസൺ എന്ന ആ ഒറ്റ പേര് ഒരുപക്ഷെ ടീമിൽ പ്ലേയിങ് ലെവലിൽ ഉൾപ്പെടുത്തരുത് എന്നൊക്കെ തന്നെ പറഞ്ഞു വലിയ രീതിയിൽ. പക്ഷേ സഞ്ജു 3-3 മത്സരം, അവസാന 3 മത്സരത്തെ കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത്. ഒരു നോക്കൌട്ടിന് തുല്യമായ മത്സരം, അതിനുശേഷം സെമി ഫൈനൽ, ഇപ്പോൾ സ്വപ്ന ഫൈനൽ. 3ലും അർദ്ധ സെഞ്ചുറിയോടുകൂടി സഞ്ജു സാംസൺ ടീം ഇന്ത്യയെ, രാജ്യത്തിന്റെ അഭിമാനം കാത്തിരിക്കുന്നു. ടീം ഇന്ത്യയെ കിരീടത്തിലേക്ക് നയിച്ചിരിക്കുന്നു, ചരിത്രത്തിലേക്ക് നയിച്ചിരിക്കുന്നു. സഞ്ജുവിന്റെ ക്രിക്കറ്റ് കരിയറിൽ 10 വർഷം എന്തിനു കളഞ്ഞെന്ന് അദ്ദേഹത്തിന്റെ അച്ഛൻ പോലും ചോദിക്കുന്നത് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയെന്ന് നമുക്ക് ഉറച്ചു പറയാനാവും. സഞ്ജു കാത്തിരുന്ന നിമിഷം, സഞ്ജുവിന്റെ ടാലന്റ് എന്താണ്, ഇന്റന്റ് എന്താണ് എന്നൊക്കെ തന്നെ തെളിയിച്ചു കിടക്കുന്ന പ്രകടനം. ഇന്നും നിരാശയായിരിക്കും ഒരുപക്ഷെ ആരാധകർക്ക്, സഞ്ജു അർഹിച്ച സെഞ്ചുറി നേടിയില്ലല്ലോ എന്ന്. പക്ഷെ അദ്ദേഹം ഇനിയും വാർത്താ സമ്മേളനത്തിലോ ഇനി മാധ്യമങ്ങളെ കാണുമ്പോഴോ അദ്ദേഹം പറയുന്ന കാര്യം, ഉറപ്പായും പറയുന്ന കാര്യം, ടീം കപ്പടിച്ചല്ലോ എന്നത് മാത്രമായിരിക്കും. അതിനകത്ത് ഒരു തർക്കവും ഉണ്ടായില്ല. പക്ഷേ ആ 89 റൺസ് ഒരു ഫൈനലിൽ ഏതെങ്കിലും ഒരു താരം നേരിടുന്ന ഏറ്റവും ഉയർന്ന റൺസാണ് 89 റൺസ് എന്നത്. കഴിഞ്ഞ മത്സരത്തിലും സഞ്ജുവിന്റെ 82 റൺസ് കണ്ടു, 89 കണ്ടു. അതിനുശേഷം ഇപ്പോൾ മറ്റൊരു കിടിലൻ ഇന്നിംഗ്സ് കൂടി. സെഞ്ചുറിയുടെ നിരാശ, സെഞ്ചുറി നഷ്ടത്തിന്റെ നിരാശ ഉണ്ടെങ്കിൽ പോലും സന്തോഷത്തിന്റെ നിമിഷം. മലയാളികൾക്കെല്ലാം ഇത് അഭിമാന നിമിഷം. ദിലിനെ സൂചിപ്പിച്ച പോലെ തന്നെ അഭിഷേക് ശർമ്മയുടെ കാര്യം ഞാൻ ഇന്നത്തെ 6 ലൈവ് സമയത്തൊക്കെ തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അഭിഷേകിന്റെ ദിനം ഒരുപക്ഷെ ഇതായിരിക്കാം, അഭിഷേക് മാറ്റിവെച്ച ദിനം ഇതായിരിക്കാം. അങ്ങനെ തന്നെയാണ് നമ്മൾ കണ്ടത്. ഈ ആഹ്ലാദം കാണാൻ ഈ ഒരു നിമിഷത്തിന് വേണ്ടിയല്ലേ 3 കൊല്ലം മുമ്പ് നമ്മളൊക്കെ തന്നെ ഒരുപക്ഷെ ന്യൂസ് ഡെസ്കിലിരുന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റേഡിയത്തിൽ നിന്ന് ഇതുപോലെ കളി കണ്ടിറങ്ങിയപ്പോൾ തല കുനിച്ചു മടങ്ങിയ നിരാശയും സഞ്ജുവിന്റെ wound clear ho gaya. The wound which we had in 2023 is finally over. The curse of Motera, the curse of Ahmedabad is finally over. Thanks to Sanju Samson, thanks to Abhishek Sharma, thanks to each and every Indian player. India अपनी बार ऐसा मत बोला कि नरेंद्र मोदी स्टेडियम बंद होती है. 2023 ആ നിരാശ മറന്നു എന്നത് തന്നെയാണ്. 2023 ആ ദൃശ്യങ്ങൾ, ആ ഫോട്ടോസ് ഒക്കെ തന്നെ ഇന്നും മനസ്സിലുണ്ടാവുന്ന നമ്മുടെ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഒക്കെ തന്നെ തല കുലിച്ചു നടക്കുന്നത്. 2024 കിരീടം നേടിയെങ്കിൽ പോലും ആ നിരാശ ഇതുവരെ മാറിയിട്ടുണ്ടായില്ല. അതിന്റെ ഒറ്റ കാരണം ഇതേ സ്റ്റേഡിയത്തിൽ, ഇതേ മണ്ണിൽ വെച്ച് ഒരു കിരീടം നേടിയെങ്കിൽ മാത്രമാണ് നമുക്ക് ആ നിരാശ മാറുകയുള്ളായിരുന്നു. ഇപ്പോൾ അത് മാറുന്ന നിമിഷം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സന്തോഷത്തിന്റെ നിമിഷം, ആഹ്ലാദത്തിന്റെ നിമിഷം. 1 ലക്ഷത്തിലധികം വരുന്ന കാണികളെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദത്തിന്റെ നിമിഷം. കടൽ ഒഴുകി വരുന്ന പോലെ നീലക്കടൽ ഇതാ ഇങ്ങ് ഒഴുകി വരികയാണ്. ആഹ്ലാദം കാണൂ, സന്തോഷം. രാജ്യത്തിന് ഇന്ന് ഉറങ്ങാത്ത बहुत मजा आ गया. मैं इंग्लैंड से देखना है, लंदन से बिल्कुल मजा आ गया. all worth it, मजा आ गया. इंडिया
പറയാൻ പോലും വാക്കുകൾ കിട്ടാത്ത ഇദ്ദേഹം ഇംഗ്ലണ്ടിൽ നിന്നാണെന്ന് പറഞ്ഞാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അതുപോലെ ഇത്ര ദൂരത്ത് നിന്ന് കേരളത്തിൽ നിന്ന് മറ്റു പല സ്റ്റേറ്റുകളിൽ നിന്ന് ഇവിടെ എത്തി കളി കാണാൻ വന്ന 1,00,000-ലധികം വരുന്ന കാണികൾക്ക് സന്തോഷത്തിന്റെ നിമിഷം. ഇങ്ങനെ ഒരു നിമിഷത്തിന് വേണ്ടിയായിരിക്കും നമ്മൾ 2021 കാത്തിരുന്നത്. അന്ന് കിട്ടാത്ത സന്തോഷം ഇതാ ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നു. വലിയ സന്തോഷത്തിന്റെ നിമിഷം, കാത്തിരുന്ന നിമിഷം തന്നെയാണ് ക്രിക്കറ്റ് ആരാധകർക്ക്, ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക്. അതൊരു മലയാളി താരത്തിന്റെ ബാറ്റിംഗ് മികവിലൂടെ എന്നത് നമ്മൾ ഓരോ മലയാളികൾക്കും കൂടുതൽ സന്തോഷം നൽകുന്നു. സഞ്ജുവിന്റെ കാത്തിരിപ്പിന് ഫലം കിട്ടിയിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.